ഒരു വേനൽക്കാലം കൂടെ വരവായി. കാടൊക്കെ ഉണങ്ങിക്കിടക്കുകയാണെങ്കിലും ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് ഉള്ളത്. ഇത്തവണത്തെ നമ്മുടെ വേനൽ യാത്രകൾ തുടങ്ങുന്നത് മസനഗുഡിയിൽ നിന്നാണ്. കരടിയും ആനയും കാട്ടുപട്ടിയും അടക്കം ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കിടിലൻ യാത്രയായിരുന്നു ഇത്തവണത്തേത്. കഴിഞ്ഞ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ചുവേട്ടൻ തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ സാരഥി. മസനഗുഡിയിലെ മറവക്കണ്ടി വാച്ച് ടവറിൽ താമസിച്ച് അച്ചുവേട്ടന്റെ കൂടെ മസനഗുഡിയിലെ വേനൽ കാഴ്ചകളിലേക്ക് ഒരു യാത്ര. അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങല്ലേ? മസനഗുഡിയിലേക്ക് ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ്. കഴിഞ്ഞ തവണ മസനഗുഡിയിലേക്ക് പോയപ്പോഴത്തേക്കിനും 2 കടവുകളടക്കം ഒരുപാട് നല്ല സൈറ്റിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇനിയിപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ അതേ മേളിൽ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് കയറി കണ്ടിട്ട് അഭിപ്രായം പറയണം. വേനൽക്കാലമായതും കാടിന്റെ മട്ടും ഭാവമൊക്കെ മാറി. പച്ച വിരിച്ചു കടന്നിരുന്ന പല സ്ഥലങ്ങളും ഇപ്പം എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ജക്രാന്ത മരങ്ങൾ ഇതുപോലെ പൂത്തു നിൽക്കുന്നുണ്ട്. ഉള്ളത് പറഞ്ഞെങ്കിൽ ഈ സമയത്തും കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കാട്ടിലോട്ട് കയറിയതും ആദ്യം കണ്ടത് കുറച്ച് പുള്ളിമാനുകളെയും ഗ്രേ ലങ്കൂറുകളെയായിരുന്നു. ഗ്രേ ലങ്കൂസിന്റെ ചില സമയത്ത് ആക്ടിവിറ്റീസ് ഒക്കെ വാച്ച് ചെയ്തിരിക്കാൻ നല്ല രസമാണ്. കുറച്ചു നേരം ഇവരുടെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ മെല്ലെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങൾ നേരെ പോയത് മുതുമല ടൈഗർ റിസർവിന്റെ റിസപ്ഷൻ സെന്ററിലേക്കാണ്. ഇവിടെയുള്ള ഏത് സ്റ്റേ എടുത്താലും ഈ റിസപ്ഷൻ സെന്ററിൽ വന്ന് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചിട്ട് വേണം സ്റ്റേയിലേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ജീപ്പ് സഫാരിയും ബസ് സഫാരിയും എല്ലാം ബുക്ക് ചെയ്യുന്നതും ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വണ്ടി നേരെ മസനഗുഡിക്കാണ് വിട്ടത്. റോഡിന്റെ 2 സൈഡിലും തീ ഇട്ടിരിക്കുന്നത് കണ്ടോ? കാട്ടുതീ തടയാനായിട്ടാണ് ഇങ്ങനെ കൺട്രോൾ ബേണിംഗ് ചെയ്യുന്നത്. ഈ ഏരിയയിലൊക്കെ ഇതുപോലെ തീയിടുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും അനിമൽ സൈറ്റിംഗ് കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. അധികം അനിമൽ സൈറ്റിങ്സോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെയാണ് ഞങ്ങൾ മസനഗുഡിയിലേക്ക് എത്തിയത്. ആദ്യമായിട്ടാണ് ഈ ഒരു റോഡിലൂടെ വന്നിട്ട് അനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ട് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് മോയാർ വഴി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ഞങ്ങളുടെ ആ തീരുമാനം വെറുതെ ആയില്ല. ദേ നിൽക്കുന്നു ഒരു കരടി. ഫെബ്രുവരിയും മാർച്ചും മോയാർ റോഡിലെ എലന്തപ്പഴ സീസണാണ്. ഈ റോഡിന്റെ 2 സൈഡിലുമായിട്ട് ഇഷ്ടം പോലെ എലന്ത മരങ്ങളും ഉണ്ട്. ആ മരത്തിൽ നിന്ന് പഴുത്ത് വീഴുന്ന പഴങ്ങൾ കഴിക്കാനായിട്ടാണ് കരടി ഈ ഒരു ഏരിയയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. കുറച്ചു നേരം റോഡിന്റെ ഈ സൈഡിൽ നിന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ആശാമെല്ലെ അപ്രവശത്തേക്ക് പോവാണ്. ഈ പഴം കഴിക്കാൻ കരടി മാത്രമല്ല കേട്ടോ, മാനുകളും മയിലും എല്ലാം ഈ ഒരു ഏരിയയിലുണ്ടാവും. സൂവിലല്ലാതെ കരടിയെ നിങ്ങൾക്ക് ഇത്ര അടുത്ത് കാണണമെങ്കിൽ എലന്തപ്പഴ സീസൺ തീരുന്നതിന് മുമ്പ് മസനഗുഡിക്ക് വരണം. എന്നിട്ട് മോയാർ റൂട്ടിലൂടെ ഒരു ഡ്രൈവ് അത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇതുവരെ കരടിയെ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. ഇതിനു മുമ്പ് പലതവണയും കരടിയെ ഓപ്പൺ ഏരിയയിൽ ഇത്രയും അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. ഈ ഒരു എക്സ്പീരിയൻസിനെ വ്യത്യസ്തമാക്കിയതും ഇതുപോലത്തെ കാഴ്ചകൾ തന്നെയായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ എഴുന്നേറ്റ് നിന്ന് എലന്തപ്പഴം പറിച്ചു കഴിക്കുക മാത്രമല്ല, വേണ്ടി വന്നെങ്കിൽ ഇവൻ ഈ മരത്തിന്റെ മുകളിലും കയറും. ഇവന്റെ വെയിറ്റ് താങ്ങാൻ പോലും പറ്റാത്ത ചെറിയ കമ്പുകളുടെ മേളിൽ കൂടെ ഒക്കെ ചവിട്ടിയായിരിക്കും ആശാന്റെ ആ കയറ്റവും മുകളിലിരുന്നുള്ള എലന്തപ്പഴ തീറ്റയൊക്കെ. ആ ഒരു വിഷ്വൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കുന്നത്. ഈ ഒരു ട്രിപ്പിലെ എൻ്റെ ഫേവറേറ്റ് മൊമെന്റ്സിൽ ഒരെണ്ണമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്.
ഈ ഒരു വീഡിയോ കണ്ടിട്ട് കരടിയെ കാണാനായിട്ട് നിങ്ങൾ മസനഗുഡിക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത്ര അടുത്ത് കരടിയെ കാണുമ്പം ആർക്കാണെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അതിന്റെ പുറത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനോ കരടിയുടെ നേരെ കൈയും കാലും ഒക്കെ വീശാനോ ഒന്നും നിൽക്കരുത്. കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗമാണ് കരടി. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം പിടിക്കുന്നത് മുഖത്തിനിട്ടായിരിക്കും, മുഖം കടിച്ചു പറിക്കുക. അതാണ് ഇവരുടെ ആദ്യത്തെ പരിപാടി. ആ ഒരു വിചാരം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മൃഗങ്ങളെ ഒരിക്കലും ഫീഡ് ചെയ്യരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന സ്നാക്സോ ഫ്രൂട്ട്സോ ഒന്നും ഇവർക്ക് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ആ ഒരു ബോധത്തോടു കൂടി മാത്രമേ ഈ റൂട്ടിലൂടെ വരാവുള്ളൂ. ഏകദേശം 1 മണിക്കൂറോളം ഈ കരടി റോഡ് സൈഡിലുണ്ടായിരുന്നു. വേണ്ടത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാനും പറ്റി. കുറേ നേരം നമുക്ക് മുമ്പിൽ നിന്നിട്ട് അവൻ്റെ മെല്ലെ കാട്ടിനകത്തേക്ക് കയറി പോവുക. ഭാഗ്യമുണ്ടെങ്കിൽ അച്ചുവേട്ടനുമായിട്ട് സഫാരിക്ക് വരുമ്പോഴും നമുക്കിവനെ കാണാൻ പറ്റും. തമിഴ്നാട്ടിലും തമിഴ്നാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർക്കും എലന്തപ്പഴത്തെക്കുറിച്ച് അറിയാമായിരിക്കും. ഈ സാധനം നമുക്ക് മനുഷ്യന്മാർക്കും കഴിക്കാൻ പറ്റും. ഞാൻ പണ്ടൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കെന്തോ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് കഴിച്ചു കഴിയുമ്പം വായിൽ വല്ലാത്തൊരു മണമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സംഭവം അത് കഴിഞ്ഞ് കഴിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണം. മസനഗുഡി എന്തായാലും ഇത്തവണയും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. ഒരു ഉടുമ്പിരിക്കുന്നത് കണ്ടോ? ഏതോ ഒരു പാവം ജീവിയുടെ മാളം തുരക്കുന്ന തിരക്കിലാണ് കക്ഷി. കുറേ നേരമായി ഇവന് മണ്ണ് മാന്താൻ തുടങ്ങിയിട്ട്. എന്തായാലും ഇവനിവിടെ ഇരുന്ന് മാന്നിട്ട് നമുക്ക് പോയി റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അച്ചുവേട്ടനുമായിട്ട് തിരിച്ചു വരാം. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന മറവക്കണ്ടി വാച്ച് ടവർ. നല്ല അനിമൽ പ്രസൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ സ്റ്റേക്ക് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 റൂമുകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. നമുക്കിനി സ്റ്റേയുടെ അകത്തേക്കുള്ള കാഴ്ചകൾ കാണാം. ഈ സ്റ്റേയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. റിസർവറിൻ്റെ സൈഡിലായതുകൊണ്ട് അത്യാവശ്യത്തിന് നല്ല അനിമൽ സൈറ്റിങ്ങും ബേർഡ് സൈറ്റിങ്ങും ഒക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. താഴെയുള്ള റൂം ഇവിടുത്തെ കെയർ ടേക്കറിൻ്റെയാണ്. ഗസ്റ്റിനുള്ള റൂം 2 ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമിൽ 2 പേർക്കും സെക്കൻഡ് ഫ്ലോറിലുള്ള റൂമിൽ 3 പേർക്കും താമസിക്കാം. 2 റൂമിലും ഓരോ എക്സ്ട്രാ ബെഡ് ഇടാം. ഇത് കണ്ടോ, ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു വ്യൂ, അതാണ് ഈ സ്റ്റേയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആനയും കാട്ടിയും മാനും ഒക്കെ ഇവിടുത്തെ റെഗുലർ സൈറ്റിങ്സ് ആണ്. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഈ റിസർവറിൻ്റെ സൈഡിൽ നിന്ന് കടുവയെ വരെ സൈറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട മാനീറ്റർ ടൈഗറിനെ ഇവിടെ വെച്ചാണ് ഞാൻ സ്പോട്ട് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഡബിൾ ഓക്യുപ്പൻസി റൂം. റൂംസ് എല്ലാം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, റൂമിൻ്റെ എല്ലാം ചുറ്റും ഇതുപോലെ ഓപ്പൺ ഗ്ലാസ് കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് റൂമിനകത്തു നിന്ന് തന്നെ നല്ല വ്യൂ കിട്ടും. ഇനി ഇവിടുത്തെ ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബാത്റൂംസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമിലും ഹീറ്റർ ഫെസിലിറ്റിയും ഉണ്ട്. നമുക്കിനി മുകളിലോട്ട് പോകാം. ഞങ്ങൾ മൊത്തം 5 പേരാണ് ഈ ട്രിപ്പിന് വന്നത്. ഒരു 7 പേര് വരെ മാക്സിമം വരുന്ന ഒരു ഗ്രൂപ്പിന് ഈ 2 റൂമും എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളിവിടെ റൂം എടുക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കണം. എങ്കിലേ സൈറ്റിങ്സിനുള്ള ചാൻസ് കൂടുതലും കിട്ടുകയുള്ളൂ. ഞങ്ങൾ ഈ സ്റ്റേ എടുത്തത് നൈറ്റിൽ എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ അച്ചുവേട്ടൻ്റെ കൂടെ സഫാരിയിലായിരിക്കും. ഇതാണ് നമ്മുടെ 3 പേർക്ക് കിടക്കാനുള്ള റൂം. ഈ റൂമിനും ചുറ്റും ഓപ്പൺ വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ വ്യൂവിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നമുക്കിനി ഈ സ്റ്റേ എന്നുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. നമ്മൾ റൂമിലെത്തി കുറച്ച് കഴിഞ്ഞതും ഈവനിങ് സഫാരിക്കായിട്ട് അച്ചുവേട്ടനും എത്തി. ഇനിയുള്ള കറക്കം അച്ചുവേട്ടൻ്റെ കൂടെയാണ്. വിൻ്റർ അങ്ങനെയാകുമ്പോൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി. ഇപ്പോൾ ഫെബ്രുവരി ആയില്ല. ഈ സമയം നിറയെ സ്പോട്ടഡ് ഡീർസും ലങ്കൂറും ബോണറ്റ് മെക്കാക്ക്, ഇത് ഈവൻ വൈൽഡ് ഡോഗും കൂടി ഈ സമയത്തിലാണ് പ്രസവിക്കുന്നത്. നിറയെ കുട്ടികൾ കാണും, ചെറിയ കൊച്ചു കുട്ടികൾ നിറയെ കാണും ഇവിടെ. പിന്നെ ഹണ്ടിങ് കണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര ട്രാജഡി ആയിരിക്കും കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടഡ് ഡിയറിൻ്റെ കുട്ടികൾ
ഈ പൊന്തിൻ്റെ അടിയിൽ നിഴലിന് വേണ്ടി അങ്ങനെ കിടക്കും കേട്ടോ, 5-6 6 ഈ വൈൽഡ് ഡോഗ് വന്നാൽ ഈസി പ്രേ ഒന്നൊന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിക്കും. അങ്ങനെ ലെപ്പേർഡും കൂടി അങ്ങനെ എടുക്കുന്നത് കണ്ട് ഈ ലെപ്പേർഡ് വന്ന് പുള്ളിമാൻ്റെ കുട്ടീൻ്റെ അടുത്ത് മുഖം വെച്ച് അതിൻ്റെ തലൻ്റെ അവിടെയോ മുഖത്തിൻ്റെ അവിടെയോ മണത്ത് നോക്കുമ്പോഴേക്കും കൂടി ഈ കുട്ടികൾക്ക് എണിച്ചു ഓടണം എന്നുള്ള അറിയില്ലായിരുന്നു. അത്രയ്ക്ക് ആയിട്ടില്ല. പ്രസവിച്ച് ഒരാഴ്ച 4 ദിവസം അങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ ഈസി പ്രേ ആയിട്ട് എടുത്തിട്ട് പോകും. ലെപ്പേർഡും ശരി വൈൽഡ് ഡോഗ്സും ശരി അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ നിറയെ. വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെയൊക്കെ ബേർഡ്സിൻ്റെ നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അച്ചുവേട്ടൻ്റെ കൂടെയുള്ള സഫാരിയിലെ നമ്മുടെ മെയിൻ ലക്ഷ്യം കടുവ തന്നെയാണ്. അച്ചുവേട്ടൻ്റെ ടൈഗർ ട്രാക്കിംഗ് സ്കിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. എന്തായാലും കടുവയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. പെട്ടെന്നാണ് സ്പോട്ടഡ് ഡിയറിൻ്റെ അലാം കോൾ കേട്ടത്. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ടാർഗറ്റ് ടൈഗറായിരുന്നു. അതുകൊണ്ട് തന്നെ അലാം കോൾ ശ്രദ്ധിച്ചാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ അമ്പലത്തിനടുത്ത് എത്തിയപ്പോഴത്തേക്കിനും ഒരു അലാം കോൾ കേട്ടു. അതാണ് വണ്ടി ഇവിടെ കുറച്ചു നേരം നിർത്തിയിടാമെന്ന് വെച്ചത്. ലാവായി നമ്മളുടെ ട്രിപ്പിൽ ആദ്യത്തെ അലാം കോൾ കേട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളമായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തേ ഒരു മ്ലാവ് നമ്മുടെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നു. കടുവ റോഡ് ക്രോസ് ചെയ്ത് വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് മെല്ലെ എടുത്തു. പോകുന്ന വഴിക്ക് കാണുന്ന കുറ്റിച്ചെടികളുടെ അടിയിലൊക്കെ നോക്കിയാണ് പോകുന്നത്. വേനൽക്കാലത്ത് കടുവകൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നാണ് ഇരിക്കാറുള്ളത്. ഇതിനിടയ്ക്കൊക്കെ ഓർമ്മ ഇരിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു ഇച്ചിരി പാടാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി വേണം പോകാൻ. കടുവയെ തേടി ഇറങ്ങിയ നമ്മുടെ മുന്നിലേക്ക് ആദ്യം കയറി വന്നത് ഇന്ന് രാവിലെ കണ്ട അതേ കരടിയാണ്. ഉച്ച കഴിഞ്ഞത്തെ ഇവൻ്റെ വരവിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവൻ എലന്ത മരത്തിൻ്റെ മുകളിൽ കയറി ആ പഴം പറിച്ച് തിന്നുന്ന കാഴ്ച, അത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന്. ആ ഒരു കാഴ്ച നമുക്ക് കാണിച്ചു തരാനായിട്ടാണ് ആശാൻ്റെ ഉച്ചയ്ക്കത്തെ വരവ്. ചുറ്റും ഇത്ര വണ്ടികളും ആളുകളും ഒന്നും നിൽക്കുന്ന മൈൻഡ് ചെയ്യാതെ റോട്ടിൽ ചതഞ്ഞു കിടക്കുന്ന ഏലന്തപ്പഴം കഴിക്കുന്ന തിരക്കിലാണ് നമ്മുടെ കരടി സാറ്. റോട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നഖം കൊണ്ട് വലിച്ചെടുത്താണ് കഴിക്കുന്നത്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. റോഡിൽ നിന്നിരുന്ന ആശാന്തേ നേരെ പോയി മരത്തിലോട്ട് കയറുന്നു. അള്ളിപ്പിടിച്ചുള്ള അവന്റെ കയറ്റം കണ്ടു. ഞാൻ തരാം, ക്ലിപ്പ് തരാം. എന്റെ മറ്റേ മൊബൈൽ ക്ലിപ്പ് ഉണ്ട്. ചെറുതായിട്ട് ഫ്രണ്ട് ചെറുതായിട്ട് ആ ഗ്യാപ്പിൽ പറഞ്ഞു. അപ്പൊ ആ ജീപ്പ് മറന്നു. അയ്യോ അവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. ആ അവിടെ ഇവിടെ കുറച്ച് പിന്നാടി നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര നല്ലത് കിട്ടില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരടി മരത്തിന്റെ മേളിൽ കയറിയിരുന്ന് ഏലന്തപ്പഴം കഴിക്കുന്നു. ആ സൈഡിൽ മൊത്തം ഇലയായതുകൊണ്ട് അവന്റെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും അവന്റെ ആക്ടിവിറ്റി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ആ മരച്ചില്ലയിൽ എഴുന്നേറ്റ് നിന്ന് കാണിക്കുന്ന അഭ്യാസം കണ്ടോ?
10-15 മിനിറ്റോളം കാര്യമായിട്ട് മരത്തിന്റെ മേളിലിരുന്ന് പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ആശാന്തേ താഴോട്ട് ഇറങ്ങാം. എത്ര സൂക്ഷിച്ച് അവൻ ഇറങ്ങുന്നതെന്നുണ്ടോ? വല്ല അള്ളിപ്പിടിച്ച് ശ്രദ്ധയോടെ ഇറങ്ങണം. ഇനി നമുക്ക് കാണേണ്ടത് ഇങ്ങനെ തലകുത്തി അവിടെ എത്തിയിട്ട് അവൻ അവിടെ നിന്ന് എങ്ങനെ തിരിയുന്നെന്നുള്ളതാണ്. അതെ, അവൻ തിരിയുന്നുണ്ടേ. വീഡിയോ ഫുൾ വീഡിയോ വേണോ രൂപേഷ്? ഫുൾ വീഡിയോ ഇറങ്ങുന്നത് എടുത്തോ. കഴിഞ്ഞ തവണ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന കടുവയായിരുന്നെങ്കിൽ ഇത്തവണ അതേ മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കരടി. അച്ചുവേട്ടൻ്റെ കൂടെയുള്ള എല്ലാ സഫാരികൾക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടാറുണ്ട്. രാവിലെ ഉച്ചയ്ക്കുമായിട്ട് ഇന്ന് ഇവൻ്റെ വീഡിയോസ് എടുത്തതിൽ ഒരു 10% പോലും ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത്രമാത്രം കാഴ്ചകളാണ് ഇവൻ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇതിലും കൂടുതൽ എന്തെങ്കിലും ഇവൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് അത്യാർത്ഥിയായി പോകും. എങ്കിൽ പിന്നെ ഇവൻ ഇവിടെ കറങ്ങി നടക്കട്ടെ, നമുക്ക് നമ്മുടെ സഫാരി തുടർന്നാലോ? കരടിയെ കണ്ടെടുത്തൊന്നും അധിക ദൂരം മുന്നോട്ട് വരേണ്ട വന്നില്ല. ദേ നിൽക്കുന്നു അടുത്ത ആള്. അവന്റെ നടത്തം നോക്കി, നല്ല ഭംഗിയുള്ളൊരു ആനയല്ലേ. കുറച്ചു നേരം ആ കുറ്റിക്കാട്ടിലൂടെയൊക്കെ നടന്നിട്ട് അവൻ നേരെ ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് എത്തി. ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടു നടന്ന പോലത്തെ വിഷ്വൽസും സൈറ്റിങ്സും ആണ് ഇന്നത്തെ ഈവനിങ് സഫാരിയിൽ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ അവൻ നടന്നു വരുന്ന ആ വിഷ്വൽ നോക്കി. ഈ വിഷ്വൽസ് ഒക്കെ എടുക്കുമ്പോഴും നമ്മൾ ആനയുടെ അടുത്തുനിന്ന് നല്ല സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഇതുപോലെ ഇവൻ ഞങ്ങളുടെ കൂടെ നടന്നു. 5:30 ആകുമ്പോഴത്തേക്കിനും സിംഗാര റോഡ് കയറാനാണ് പ്ലാൻ. അപ്പോൾ പിന്നെ ഇവൻ്റെ കൂടെ അധികം നേരം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ പറ്റില്ല. മസനഗുഡിയിലെ മോയാർ റൂട്ടിലേക്കും സിംഗാര റൂട്ടിലേക്കൊക്കെ വെഹിക്കിൾ എൻട്രിക്ക് പ്രത്യേക സമയങ്ങളുണ്ട്. മോയാർ റൂട്ടിലേക്കാണെങ്കിൽ അവസാനത്തെ വണ്ടി 5:30 കയറണം. 6 മണിയാകുമ്പോഴത്തേക്കിനും എല്ലാ വണ്ടികളും പുറത്തേക്ക് ഇറങ്ങണം. സിംഗാര റോഡിലേക്ക് പോകുമ്പോൾ 6 മണിക്കാണ് ലാസ്റ്റ് എൻട്രി. എക്സിറ്റ് അടിക്കേണ്ടത് 6:30. ഞങ്ങളൊരു 5 മണി വരെ മോയാർ റൂട്ടിൽ കറങ്ങിയിട്ട് 5:30 മുമ്പ് സിംഗാര റോഡിലേക്ക് കയറാനാണ് പ്ലാൻ. 5:15 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ മസനഗുഡി ടൗണിലെത്തി. ഇനി നേരെ പോകുന്നത് സിംഗാര റോഡിലേക്കാണ്. സിംഗാര റോഡിലേക്ക് കയറിയതും നമുക്ക് ആദ്യം കിട്ടിയത് 2 ആനകളുടെ സൈറ്റിംഗ് ആണ്. ആ കുറ്റിക്കാടിനകത്ത് 2 പിടിയാനകൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ക്ലിയർ വിഷ്വൽ അല്ല, നമ്മളൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവർ ചിലപ്പം ഇങ്ങേ വശത്തേക്ക് വരും. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് സിംഗാര റോഡിലേക്ക് കയറിയത്. പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. സഫാരികൾ ചില സമയത്ത് ഇങ്ങനെയാണ്, ചിലപ്പം ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും, ചിലപ്പം ഒന്നും തന്നെ ഉണ്ടാകില്ല. അനിമൽസിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് ഇത് സംഭവിക്കുന്നത്. ജീപ്പ് വരുമ്പോഴത്തേക്കിനും സൈഡിൽ ആന നിൽക്കുന്നുണ്ടെന്ന് അച്ചോട്ടൻ പറഞ്ഞ് ഗിംബൽ റെഡിയാക്കി വെച്ച് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഒരു പ്രൊവോക്കേഷനും ഇല്ലാണ്ട് അത് പെട്ടെന്ന് നമ്മുടെ പുറകെ വരികയായിരുന്നു. ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് ആന ചാർജ് ചെയ്ത് വന്നത്. എന്തായാലും അതൊരു മോക്ക് ചാർജ് ആയിരുന്നില്ല. അങ്ങനെ സംഭവബഹുലമായ ഒരു ഈവനിങ് സഫാരി കഴിഞ്ഞ് നമ്മൾ മസനഗുഡി ടൗണിലെത്തി. ഇനി നേരെ വാച്ച് ടവറിലേക്ക് പോകണം.
ചേട്ടാ ഇപ്പോൾ രാവിലെ അപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങാം ഇവിടെ നിന്ന്. ഓക്കെ ചേട്ടാ. തുടങ്ങിയിട്ട് ഇന്നത്തെ ബാക്കിയും എങ്ങനെയാണെന്ന് നോക്കാം, നാളത്തെ ബാക്കിയും നോക്കാം. ഓക്കെ ചേട്ടാ. ഇത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ ചേട്ടാ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. രാത്രി ആനയൊക്കെ വരുന്ന സ്ഥലമാണെങ്കിലും ഇന്ന് നമുക്ക് ചുറ്റും മാനുകളും കാട്ടുപന്നിയൊക്കെയാണുള്ളത്. നമ്മുടെ സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു റോറ് കേട്ടായിരുന്നു. നമ്മൾ കേട്ടത് എന്തായാലും കടുവയുടെ ഒച്ചയാണ്. റിസർവാറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല റോറിങ്ങിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ രാത്രി 12 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ മോർണിംഗ് സഫാരിക്ക് ഇറങ്ങി. ഇന്നത്തെ നമ്മുടെ സഫാരിയിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് വഴിയെ കാണാം. രാവിലെ ആദ്യം തന്നെ പോകുന്നത് സിംഗാര റൂട്ടിലേക്കാണ്. സിംഗാര റോഡിലേക്ക് കയറിയതും നമുക്ക് നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടി. ഈ നോക്കി നിൽക്കുന്ന ആളെ നോക്കിയേ, ഒരു കാട്ടുപട്ടി. അവൻ്റെ മേളിലിരുന്ന് ലങ്കൂർ അലാം കോള് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ ജീപ്പിന്റെ പുറകിൽ മതിലേ കയറി വേറൊരാൾ നിൽക്കുന്നതാണ്. ഈ ഭാഗത്തായിട്ട് 10-12 കാട്ടുപട്ടികളുടെ വലിയൊരു പാക്കുണ്ട്. അതിൽ പെട്ടവരായിരിക്കും ഇവർ രണ്ടുപേരും. ഇതേ രണ്ടാമത്തവൻ ഇപ്പോൾ അവിടെ വന്നു. രണ്ടുപേരുടെ മെല്ലെ കാട്ടിനകത്തേക്ക് കയറി പോവാട്ടോ. ആ പാക്കിന്റെ വേറെ നല്ല വിഷ്വല് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ഊടുവഴി കൂടെ ഒക്കെ കുറേ ഒന്ന് കറങ്ങി നോക്കി. പക്ഷെ പിന്നെ അവരെ കാണാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് രാവിലത്തെ കണി കൊള്ളാം. അച്ചുവേട്ടൻ പറഞ്ഞത് ആ പാക്ക് അവിടെ തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റുമെന്നാണ്. കൊച്ചു വെളുപ്പം കാലത്ത് മൃഗങ്ങളൊക്കെ മെല്ലെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ മെല്ലെയാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ ബേർഡ്സിന്റെ നല്ല ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ പിറ്റ. ആളൊരു മൈഗ്രേറ്ററി ബേർഡാണ്. നോർത്ത് ഇന്ത്യയിൽ വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞൻ പക്ഷി നമ്മുടെ നാട്ടിലേക്ക് വരും. പിന്നീട് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും തിരിച്ചു പോകും. ആ കുറ്റിക്കാടിനകത്തിരിക്കുന്ന പക്ഷിയെ കണ്ടോ, അതാണ് ബ്ലൂ ഫേസ്ഡ് മൾക്കോഹ. മലയാളത്തിൽ നീലക്കണ്ണൻ പച്ചച്ചുണ്ടൻ എന്ന് വിളിക്കും, അതല്ലെങ്കിൽ നീലമുഖക്കുയിൽ. ചിലപ്പം ഇവൻ്റെ ഈ കണ്ണിൻ്റെയും ചുണ്ടിൻ്റെയൊക്കെ കളർ കൊണ്ടായിരിക്കും ഇങ്ങനത്തെ പേരൊക്കെ കിട്ടിയത്. കുയിലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഇവരെ നമുക്ക് ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയൻസിലും ശ്രീലങ്കയിലും ഒക്കെ കാണാൻ പറ്റും. ഇതുപോലത്തെ കുറ്റിച്ചെടികൾക്കിടയിലാണ് ഇവരെ സാധാരണയായിട്ട് കാണാറുള്ളത്. നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് സിംഗാരയിലെ കോഫി എസ്റ്റേറ്റിനടുത്തെത്തി. ഈ എസ്റ്റേറ്റിലെ മരങ്ങളുടെ മുകളിലൊക്കെ പുള്ളിപ്പുലിയെ സാധാരണ സ്പോട്ട് ചെയ്യാറുള്ളതാണ്. ഈ ഏരിയയിലായിട്ട് ഇപ്പം മലമുഴക്കി വേഴാമ്പലിൻ്റെ കൂടുമുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം നമുക്ക് ഇവിടുന്ന് വേഴാമ്പലിൻ്റെ സൈറ്റിങ്ങും കിട്ടിയതാണ്. ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ മാനുകളും മലയണ്ണാനും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ബിഗ് കാറ്റ് സൈറ്റിങ്സ് ഒന്നും സിംഗാരി ഏരിയയിൽ നിന്ന് കിട്ടിയില്ല. ഈ നിൽക്കുന്ന ആളെ മനസ്സിലായോ? ഇന്നലെ വൈകുന്നേരം നമുക്ക് നേരെ ചാർജ് ചെയ്ത് വന്ന കക്ഷിയാണിത്. പുള്ളിക്കാരി എന്താണേലും ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ വയറിൻ്റെ ഒക്കെ വലുപ്പം കണ്ടോ? എന്തായാലും അവളവിടെ നിൽക്കട്ടെ. എപ്പോഴാണ് ഇനിയിപ്പോൾ മൂഡ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മെല്ലെ മുന്നോട്ട് പോകാം. ആന നിന്നെടുത്തുനിന്ന് ഏകദേശം 300 മീറ്ററോളം മാറി ഒരു ക്രസ്റ്റഡ് ഹോക്കികൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ഞങ്ങൾ ജീപ്പ് നിർത്തി. 1-2 ഫോട്ടോസും വീഡിയോസും എടുത്തതേ ഓർമ്മയുള്ളൂ. പെട്ടെന്നാണ് കാട് ഇളക്കിയതുപോലെ ഒരു സൗണ്ട് കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ദേ ഈ കാഴ്ചയാണ്.
ഈ ആനയ്ക്ക് എന്ത് പറ്റിയാന്നറിയത്തില്ല, ഇങ്ങനെ ചാർജ് ചെയ്യുന്നത്. ഓ, കഷ്ടിച്ച രക്ഷപ്പെട്ടെ. നമ്മുടെ നേരെയുള്ള പരാക്രമമൊക്കെ കാണിച്ചിട്ട് അവളെ റോഡ് സൈഡിലുള്ള കാട്ടിനകത്തോട്ട് ഇറങ്ങി നിൽക്കുന്നത് കണ്ടോ? മെല്ലെ പുറത്തോട്ട് ഇറങ്ങി വരുന്നത് കണ്ടോ? ആ കാട്ടിനകത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ആ സമയത്ത് വണ്ടി ഒന്നും വന്നില്ല. വന്നിരുന്നെങ്കിൽ അവരുടെ പണി ഇവള് തീർത്തേനെ. ചേട്ടാ 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 ഇല്ല ജീപ്പ് ഒരു മിനിറ്റ് ചേട്ടാ ചാർജിങ് സ്പോട്ട് നമുക്കല്ല അവർക്കാ ചാർജ് ഞാൻ പറഞ്ഞില്ല ചാർജ് ചെയ്തത്. ആ ജീപ്പിനെ ഓടിച്ചിട്ടിട്ട് അവള് മേളിലോട്ട് കയറി നിൽക്കുന്നത് കണ്ടോ? ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേ അടുത്ത ആന കാട്ടിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു. ഇന്നലെ ഈ 2 ആനകളെയാണെന്ന് തോന്നുന്നു നമ്മൾ വൈകുന്നേരം ഈ വഴിക്ക് പോയപ്പോൾ കണ്ടത്. ഈ ഗ്രൂപ്പ് മൊത്തം ചാർജിങ് മോഡ്. ടോട്ടല് ഒരു 2 എണ്ണവും കാട്ടിനകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ആനകളുടെ പരാക്രമമൊക്കെ കഴിഞ്ഞ് സിംഗാര റോഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പാണ് ദേ ഈ ഒരു കാഴ്ച കണ്ടത്. 7-8 വൈൽഡ് ഡോഗ്സും അവരുടെ പപ്പീസും എല്ലാം കൂടിയായിട്ടുള്ള വലിയൊരു ഗ്രൂപ്പാണ്. വൈൽഡ് ഡോഗ്സ് ഒരു ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നതെന്ന് അറിയാമല്ലോ. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് പാക്ക് എന്നാണ്. എല്ലാ പാക്കിനും ഒരു ഡോമിനന്റ് മെയിലും ഫീമെയിലും കാണും. ഈ ഡോമിനന്റ് പെയറിന് മാത്രമാണ് ബ്രീഡിങ്ങിനുള്ള റൈറ്റ്സ് ഉള്ളത്. ബാക്കിയുള്ളവരെല്ലാം നോൺ ബ്രീഡിംഗ് മെയിൽസും ഫീമെയിൽസുമാണ്. ഈ ബ്രീഡിംഗ് സീസണിൽ നോൺ ബ്രീഡിംഗ് ഡോഗ്സിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ ഡോമിനന്റ് പെയറിനുണ്ടാകുന്ന കുട്ടികളെ നോക്കി വളർത്തി വലുതാക്കുക, അത് മാത്രമാണ് ഇവരുടെ ജോലി. അതുപോലെ തന്നെ ഇവർ പാക്കായിട്ടാണ് ഹണ്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഈ ഹണ്ടിങ് പാക്കിനെ ലീഡ് ചെയ്യുന്നതും ഒന്നെങ്കിൽ ആൽഫ മെയിലോ ആൽഫ ഫീമെയിലോ ആയിരിക്കും. വൈൽഡ് ഡോഗ്സിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഇത്രയും വലിയൊരു പാക്കിനെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. സിംഗാരയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് മോയാറിലേക്കാണ്. ആ കാണുന്ന കാടിനകത്ത് ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നുണ്ട്. വലിയ ഫാമിലി ചേട്ടാ പുറകിലേക്ക് എടുക്കോ ചേട്ടാ. വേണ്ട ചേട്ടാ, ഇത്ര മതി. ഇവിടെ മതി. നമ്മുടെ ജീപ്പ് കിടക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കനാലുണ്ട്. ഈ ആന ഫാമിലി അങ്ങോട്ടാണ് പോകുന്നത്. ആനത്താരേന്ന് കുറേ മുന്നോട്ട് മാറിയാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടും. അച്ചുവേട്ടൻ വണ്ടി നിർത്തി കറക്റ്റ് സ്പോട്ടിലാണ് കേട്ടോ ആനകൾ ഇറങ്ങി വരുന്നത് കേട്ടോ. 2 പിടിയാനകളുണ്ട്, ബാക്കി 3 എണ്ണം കുട്ടിയാനകളാണ്. അപ്പം 2 പിടിയും 3 ആനക്കുട്ടിയും, മൊത്തം 5 ആനകൾ. ഇവരിനിയിപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെയും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നുണ്ട്. ആ ഓട്ടം കണ്ടോ? ആ മാനുകളൊക്കെ ജീവനും കൊണ്ടാണ് ഓടുന്നത്. രണ്ട് ദിവസം കൊണ്ട് നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ കണ്ടല്ലേ. ഇതൊന്നുമല്ല കേട്ടോ, ഇനിയും ഒരുപാട് വിഷ്വൽസ് കയ്യിലുണ്ട്. സമയപരിധി മൂലം ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം സേഫായിട്ട് ഹാർഡ് ഡിസ്കിൽ തന്നെയുണ്ട്. കണ്ണും മനസ്സും നിറച്ചാണ് മസനഗുഡി ഇത്തവണ ഞങ്ങളെ യാത്ര അയച്ചത്. മസനഗുഡിയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.